എല്ലാ ദിവസവും ജാഥ തുടങ്ങുന്നതിന് മുമ്പേ രാവിലെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവരുടെ പ്രതിനിധികൾ ചേർന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ഒരു ചെറിയ മീറ്റിംഗ് നടത്താറുണ്ട്. അംഗൻവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, കർഷക തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ, വലിയ വൻകിട ബിസിനസ്സുകാർ എല്ലാവരും ചേർന്നിട്ടുള്ള അവരുടെ പ്രതിനിധികൾ ചേർന്നുകൊണ്ടുള്ള ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നു. ഇനി എന്താണ് പ്രതീക്ഷ എന്നത് പങ്കുവെക്കുന്നു. നമ്മൾ അങ്ങനെയായിരുന്നു നേരത്തെയും. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇതുപോലെ നാട് നീളെ ചർച്ചകൾ നടത്തിയും അഭിപ്രായങ്ങൾ ശേഖരിച്ചും ജനങ്ങളുടെ ചിന്ത എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല ആധുനിക കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് വെച്ച് നമ്മുടെ കേരളത്തിൻ്റെ സാധ്യതയും കൂടി നോക്കണം. നമ്മളൊരു സംസ്ഥാനം മാത്രമാണ്, നമ്മളൊരു രാജ്യമൊന്നും അല്ലല്ലോ. ഒറ്റയ്ക്ക് എല്ലാ തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചിലപ്പോൾ ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ്. ശരിയായി പറഞ്ഞാൽ ഫെഡറൽ ഡെമോക്രസി എന്ന് പറയുന്നത് ശക്തമായ കേന്ദ്രങ്ങളും ശക്തമായ സംസ്ഥാനവും എന്ന കാഴ്ചപ്പാടിലാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ പലപ്പോഴും സംസ്ഥാനങ്ങളെ ദുർബലമാക്കുന്ന സമീപനമാണ് നേരത്തെ കോൺഗ്രസിൻ്റെതായാലും ഇപ്പോൾ BJPയുടേതായാലും കേന്ദ്ര ഗവൺമെൻറ്റുകൾ, NDA ഗവൺമെൻറ്റും UPA ഗവൺമെൻറ്റും ഒക്കെ നിർവഹിച്ചിരുന്നത്. സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനം പോലും നമുക്കിവിടെ ചെലവഴിക്കാൻ കഴിയാത്ത വിധം എല്ലാം പിടിച്ചു വെക്കുകയാണ്. നമ്മൾ ഈ ജനാധിപത്യ ഭരണക്രമം തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് കേന്ദ്രമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. രാജവാഴ്ച അവസാനിപ്പിച്ചിട്ടാണ് 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ രാജ്യം ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആകണമെന്ന് തീരുമാനിച്ചത്. അത് നല്ല കാര്യമാണ്. രാജവാഴ്ച കാലത്ത് കൊടും പട്ടിണിയായിരുന്നു, ദുരിതമായിരുന്നു, ഫ്യൂഡൽ ആചാരമായിരുന്നു, അയിത്തമുണ്ടായിരുന്നു, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്നു. പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന പാവപ്പെട്ടവൻ കൊടും പട്ടിണി കിടന്ന് മരിക്കുന്ന, അവർക്ക് വിദ്യാഭ്യാസമില്ലാത്ത, അവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിച്ചുകൂടാത്ത വല്ലാത്തൊരു കാലമായിരുന്നു അത്. പക്ഷേ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാൽ അതിനെല്ലാം പരിഹാരമുണ്ടാകും. ജനങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും എല്ലാം ലഭ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അങ്ങനെയാണ് ജനാധിപത്യപരമായ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. സംസ്ഥാനങ്ങളൊന്നും വേറിട്ട് പോകേണ്ടതില്ല, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുണ്ടാക്കി. എന്നിട്ട് നമ്മൾ ഈ ഭരണക്രമം തീരുമാനിച്ചപ്പോൾ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരുമാനം കേന്ദ്രത്തിലേക്ക് മുതൽക്കൂട്ടാവുകയും കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ ഭരണം നടത്താനുള്ള പദ്ധതി വിഹിതവും ടാക്സ് ഷെയറും ഒക്കെ നമുക്ക് തരികയും ചെയ്യുക എന്നതാണ് ഭരണക്രമം. ഇത് കൃത്യമായി നടന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഏകാധിപത്യപരമായിട്ട് കേന്ദ്രം പെരുമാറിയാൽ നമ്മൾ കഷ്ടത്തിലാകും. ആ കഷ്ടമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിരിച്ചെടുക്കുന്ന നികുതി പണത്തിൻ്റെ 70% നമുക്ക് തിരിച്ചു തന്നാൽ സംസ്ഥാനങ്ങൾക്ക് നന്നായിട്ട് ഭരിക്കാം. ക്ഷേമ പെൻഷൻ കൊടുക്കാം, റോഡുകൾ നന്നാക്കാം, ആശുപത്രിയിൽ മരുന്നെത്തിക്കാം, സ്കൂളിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാം. ഇതൊക്കെയാണല്ലോ നാട്ടിൻപുറത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും തുക വേണം. മാത്രമല്ല പദ്ധതി വിഹിതമായി കേന്ദ്ര ഗവൺമെൻറ് വലിയ തുക തരണം. കേന്ദ്ര ഗവൺമെൻറ് പണം സ്വരൂപിക്കണം. എങ്ങനെയാണ് കേന്ദ്രത്തിലേക്ക് പണം വരിക? പൗരന്മാരുടെ നികുതി വിഹിതം മാത്രമല്ല, അതൊരു വലിയ തുകയാണ്, കോടികളാണ്. പക്ഷെ ഇവിടെ വൻകിട ബിസിനസ്സുകാരുണ്ട്, വ്യാപാരികളുണ്ട്, ഒരുപാട് സോഴ്സുകളുണ്ട്. അതിൽ നിന്നെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പണം ഉണ്ടാകാനുള്ള സമീപനം സ്വീകരിക്കണം. അംബാനിയും അദാനിയും എല്ലാം അവരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം ഗവൺമെൻറ്റിലേക്ക് തരണം. എന്നാൽ ഇവിടെ കാണുന്നത് നേരെ തിരിച്ചാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് പണം വരാനുള്ള മാർഗമൊക്കെ അവർ വെട്ടിയടക്കുകയാണ്. ജനങ്ങളുടെ ജീവശ്വാസം ഊറ്റിയെടുത്തിട്ട് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, നരേന്ദ്രമോദി പറയുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ബഹുമാന്യനായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത്, ഇപ്പോൾ ലോകത്തിലെ 5ാമത്തെ ശക്തിയാണ് ഇന്ത്യ, ഇനി അതിനെ 3ാമത്തെ ശക്തിയാക്കി മാറ്റും. ഇതിനാരാ കൈയടിച്ചു കൊടുക്കുന്നത്? ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാത്ത ബീഹാറിലെ പട്ടിണി പാവങ്ങളും പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ട് ഒന്നും തിരിയാതെ കൈയടിക്കുകയാണ്. എന്താ ഈ 3ാമത്തെ ശക്തി എന്ന് പറഞ്ഞാൽ? ലോകത്തിൽ സഹസ്ര കോടീശ്വരന്മാരുടെ ലിസ്റ്റ് ഇടുമ്പോൾ അതിൽ ചിലപ്പോൾ അദാനിയും അംബാനിയും ഒക്കെ പെട്ടേക്കാം.
അപ്പോൾ കോടീശ്വരന്മാരുടെ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യ ശക്തി പ്രാപിച്ചോ? ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ? സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷം കഴിഞ്ഞു. ആ 78 വർഷക്കാലം കൊണ്ട് ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും മനുഷ്യരുടെ കൊടും പട്ടിണി പരിഹരിക്കാൻ കോൺഗ്രസിനും BJPക്കും സാധിച്ചോ? കേരളത്തിൽ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു എന്നല്ല, പക്ഷെ ഗ്രാമാന്തരങ്ങളിലുള്ള സാധാരണക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകുന്ന തീരുമാനമെടുത്തത് കേരളത്തിൽ ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. എന്താ വ്യത്യാസം ചിലർ ചോദിക്കാറില്ലേ? ചിലർ പറയും എല്ലാം കണക്കാ, ഏത് പാർട്ടി ഭരിച്ചാലും നമുക്കൊക്കെ കണക്കാണ്. നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു, നമ്മൾ ബിസിനസ് ചെയ്യുന്നു, നമ്മൾ ജീവിക്കുന്നു. ഈ പാർട്ടിക്കാരെല്ലാവരും ഒരുപോലെയാണെന്നൊക്കെ ചിലർ പറഞ്ഞേക്കും. ഇവിടെ അങ്ങനത്തെ ആളുകളുണ്ടോ എന്നറിയില്ല. ചില നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട്. അവരെ കുറ്റം പറയണ്ട, നിഷ്കളങ്കമായിട്ട് പറയുകയാണ്. പക്ഷെ എല്ലാം കണക്കല്ല. ജനങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കുന്നതും അത് നടപ്പാക്കുന്നതും വ്യത്യസ്തമായ സമീപനമാണ്. നമ്മുടെ ഭരണഘടനയിൽ ഈ രാജ്യം ഒരു ഡെമോക്രാറ്റിക്, സെക്യുലർ, സോവറിൻ, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിക്കൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വോട്ട് ചെയ്യുന്ന എല്ലാ പൗരന്മാരും ഭരണഘടനയുടെ പ്രിയാമ്പിളെങ്കിലും നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. മുഴുവൻ ഭരണഘടനയും വായിക്കാൻ ലേശം പ്രയാസം എല്ലാവർക്കും, വായിച്ചാൽ ഏറെ നന്ന്. പക്ഷെ അതിൻ്റെ ആമുഖമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഈ രാജ്യത്തെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് നിലനിർത്താൻ. വാട്ട് ഈസ് മീൻ ബൈ ഡെമോക്രസി? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പൗരന്മാരുടെ പൂർണ്ണമായ അവസര സമത്വമാണ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി. എന്ന് വെച്ചാൽ കേരളത്തിലുള്ള മലയാളിയും അവിടെ ബീഹാറിലുള്ള ഹിന്ദിക്കാരനും ബീഹാറിയും എല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. അവർക്കൊരേ അവകാശമാണ്, അവർക്കൊരേ അവസരം ഉണ്ടായിരിക്കണം. ജനിക്കാൻ അവസരം ഉണ്ടാകണം, ആഹാരം കഴിക്കാൻ അവസരം ഉണ്ടാകണം, ജോലി ചെയ്യാൻ അവസരം ഉണ്ടാകണം, കൂലി മേടിക്കാൻ അവസരം ഉണ്ടാകണം, സുഖമായിട്ട് താമസിക്കാൻ അവസരം ഉണ്ടാകണം, സമാധാനപൂർണമായി ജീവിക്കാൻ അവസരം ഉണ്ടാകണം. ഈ അവസരമില്ലെങ്കിൽ ഡെമോക്രസി അല്ല. വലിയ ലാൻഡ് ലോഡിൻ്റെ ഭൂമിയിൽ കുഞ്ഞു കുടിലുകൾ കെട്ടി അയാളുടെ കണ്ണുരുട്ടൽ കണ്ട് വായ്ക്കൈ പൊത്തി ഓച്ചാനിച്ച് അടിയൻ റാൻ വിടോണ്ട് എന്നൊക്കെ പറഞ്ഞ് പണ്ട് കേരളം നിന്നിരുന്നല്ലോ ജന്മിമാരുടെ മുന്നിൽ. സംസാരിക്കാൻ അവകാശമില്ല, ഒരു നല്ല പേരിടാൻ അവകാശമില്ല. പാടത്ത് പണിയെടുക്കുന്നവന് കുഞ്ഞ് ജനിച്ചാൽ തമ്പുരാൻ്റെ ഇല്ലത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി കാട്ടിയിട്ട് അടിയൻ്റെ കുഞ്ഞിനൊരു പേരിടണം എന്ന് പറയും. അയാൾക്ക് തോന്നിയത്, വായി തോന്നിയത് ആ മട്ടുപ്പാവിൽ നിന്ന് വിളിച്ചു പറയും. ചപ്പില, കുറുമ്പി, കറമ്പൻ, അല്ലേ? വെളുത്ത കുട്ടിയാണെങ്കിൽ കറമ്പൻ്റെ പേരിട്ട ഇട്ടുകൊണ്ട് പോകണം, അതും വഹിച്ചുകൊണ്ട്. എന്തിനാ പറയുന്നത്? വിസർജ്യ വസ്തുക്കളുടെ പേര് പോലും ഈ അന്തകൻ സാധാരണക്കാരോടുള്ള അവജ്ഞ കാരണം വിസർജ്യ വസ്തുക്കളുടെ പേര് പോലും ഇടുമായിരുന്നു കുട്ടികൾക്ക്. അത് ജീവിതകാലം മുഴുവൻ പേര് നടന്ന സ്ത്രീ പുരുഷന്മാരുണ്ടായിരുന്നു. ഇന്ന് നമുക്കതൊന്നും ഓർമ്മിക്കേണ്ടതില്ല. ഇവിടെ നമ്മളിരിക്കുന്നവരെല്ലാം പുതിയ തലമുറക്കാരാണ്. ആ പഴയ ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ജനിച്ച് വീഴുമ്പോൾ തന്നെ ആഹാരമുള്ളവരാണ്, തൊട്ടടുത്ത് വിദ്യാലയങ്ങളുള്ളവരാണ്. നമുക്ക് നടന്നു പോകാൻ റോഡുകളുണ്ട്, വാഹനങ്ങളുണ്ട് കയറി പോകാൻ, കോളേജുകളുണ്ട് പഠിക്കാൻ. ഇതാണ് കേരളം. ഈ കേരളം ഇങ്ങനെ ആയിരുന്നില്ല, ഇന്ത്യയിൽ എവിടെയും ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷെ കേരളത്തെ ആ പഴയ അഭിശപ്തമായിട്ടുള്ള ജന്മിത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇന്നത്തെ നവീന കേരളമാക്കി നാം മാറ്റി. പക്ഷെ നമ്മുടെ കൂടെ സ്വാതന്ത്ര്യം കിട്ടിയ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ അതേ അധോഗതിയിൽ കിടക്കുന്നു. ഉത്തർപ്രദേശും ബീഹാറുമെല്ലാം പട്ടിണിയുടെ കടക്കെടുത്തു ഇന്ത്യ രാജ്യത്ത് ചിലർ. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള സംഘടനകൾ, പോവർട്ടി റൈറ്റ്സ് വാച്ച് പോലുള്ള സംഘടനകൾ ആ പട്ടിണിയുടെ കണക്കെടുത്തപ്പോൾ 2022 പ്രസിദ്ധീകരിച്ച കണക്കിൽ ബീഹാറിലെ ദാരിദ്ര്യം, അതിദാരിദ്ര്യം 30%, ഉത്തർപ്രദേശിൽ 28%. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? രാവിലെ എഴുന്നേറ്റാൽ ഒരു നേരം പോലും ഒരാഹാരവും കഴിക്കാനില്ലാത്ത കുടുംബം. ഇല്ലാഞ്ഞിട്ടാണ്, നമ്മളെപ്പോലെ ഉണ്ടായിട്ട് കഴിക്കാതിരിക്കുന്നതല്ല, ഇല്ലാഞ്ഞിട്ട് കഴിക്കാത്ത കുടുംബങ്ങളുടെ എണ്ണമാണ് 100ൽ 30. ഇത് സ്വതന്ത്ര രാജ്യമാണെന്നാ. എവിടെ ഡെമോക്രസി? അത് നടപ്പാക്കാത്തതിൻ്റെ ഉത്തരവാദി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലല്ലോ. കേന്ദ്രം ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള കോൺഗ്രസും BJPയാണ്. കോൺഗ്രസിന് ഇവിടെ നിന്ന് വലിയ ജനാധിപത്യമൊക്കെ പ്രസംഗിക്കാൻ നല്ല സാമർഥ്യമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അധികാരം കിട്ടിയ അവസരം പാഴാക്കി കളഞ്ഞില്ലേ? ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ. അതുകൊണ്ടല്ലേ ആ ജനങ്ങൾ ഇപ്പോഴും അതുപോലെ. ഞാൻ ചിലയിടത്തെല്ലാം പ്രസംഗിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ മാതൃഭൂമി ചാനലിലെ 2 ചെറുപ്പക്കാർ വോട്ടർ സൈക്കിൾ ഡയറി എന്ന് പറഞ്ഞൊരു പരിപാടിയും കൊണ്ട് നടക്കുന്നുണ്ട്. എവിടെ തെരഞ്ഞെടുപ്പുണ്ടോ സ്കൂട്ടറും എടുത്തിട്ട് നേരെ അവർ പോവുകയാണ്. എന്നിട്ട് ആ നാടിൻ്റെ ചിത്രമൊക്കെ എടുത്തിട്ട് ജനങ്ങളുടെ മുമ്പാകെ കാണിക്കുകയാണ്.
ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവർ കേരളത്തിൽ സഞ്ചരിച്ചിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവർ ബീഹാറിൽ പോയിരുന്നു. എന്നെ കാണിച്ചു തന്നു അവര്. നിങ്ങൾക്ക് കാണണമെങ്കിൽ വോട്ടർ സൈക്കിൾ ഡയറി മാതൃഭൂമി എന്ന് അടിച്ചു കൊടുത്താൽ, ബീഹാർ എന്ന് അടിച്ചു കൊടുത്താൽ അവരുടെ യൂട്യൂബിലെ ആ ചിത്രീകരണം കിട്ടും. വളരെ പാടുപെട്ടൊരു ഗ്രാമത്തിലെത്തിച്ചേർന്നു ബീഹാറിൽ. നല്ല റോഡുകളൊന്നുമില്ല, കുണ്ടും കുഴിയും നിറഞ്ഞ ടാർ ചെയ്യാത്ത റോഡിലൂടെ ബൈക്ക് ഓടിച്ച് ഒരു ഗ്രാമം തേടി ചെന്നപ്പോൾ വിശാലമായ പാടശേഖരത്തിൻ്റെ എല്ലാം അങ്ങേ അറ്റത്തൊരു കുഞ്ഞ് തുരുത്ത് പോലെ കടലാസ് ടെൻറ്റുകൾ കെട്ടി ആളുകൾ കഴിയുന്ന ഒരു ഗ്രാമം. അവിടെ എത്തപ്പോൾ നാറ്റം സഹിക്ക വയ്യ, മൂക്ക് പൊത്താതെ കയറാൻ പറ്റുന്നില്ല. എന്തേലും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് മലവിസർജനം ചെയ്യണ്ടേ. ഇതാ ഞങ്ങൾ ഇവിടെയാണ് ചെയ്യുന്നത്, കുടിലിൻ്റെ പരിസരത്ത് തന്നെ. നിങ്ങൾക്ക് ഇങ്ങനെ വിശാലമായ പറമ്പ് പാടമൊക്കെ കാണുന്നുണ്ടല്ലോ, രാവിലെ ദൂരെ പോയിട്ട് ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതെല്ലാം ലാൻഡ് ലോഡിൻ്റെതാണ്, ജന്മിയുടേതാണ്. ഞങ്ങൾക്ക് ഈ ടാവട്ടം മാത്രമേ ഉള്ളൂ കുടില് കെട്ടാൻ. അതും ഭൂമിയുടെ അവകാശമൊന്നുമില്ല, ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. അവിടെ ചെറിയ കടലാസ് ടെന്റ് കെട്ടി താമസിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ അധികാരമുള്ളൂ. അവിടെ പോയിട്ട് വെളിക്കിരുന്നാൽ, അവിടെ മലവിസർജനം ചെയ്യാൻ പോയാൽ മുട്ടം വടികൊണ്ട് തലമണ്ടക്കിട്ട് തല്ലാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ ഭൂസ്വാമിമാർക്കും ഗുണ്ടാപ്പടയുണ്ടാവും. എന്തൊരു അഭിശപ്തമായ ജീവിത കൂട്ടരെ. ഈ രാജ്യമാണ് മൂന്നാമത്തെ ശക്തിയാവാൻ പോകുന്നത് കേട്ടോ. എന്താ നരേന്ദ്രമോദി ഉഗ്രൻ പ്രധാനമന്ത്രി എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താ അദ്ദേഹത്തിന്റെ പ്രസംഗം? പ്രസംഗിച്ചാൽ മതിയോ? ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ, ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു സമൂഹത്തിൽ ഏറ്റവും സാധാരണക്കാരായ ആളെ അത് ഗുണപരമായി ബാധിക്കുമെങ്കിൽ ആ തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റിനോട് നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടില്ലേ? അനുസരിച്ചോ? ഇല്ലല്ലോ. ഇതാണ് പല ഗ്രാമങ്ങളുടെയും സ്ഥിതി. ഇന്ത്യയിൽ ചാതുർവർണ്ണ്യവും നിലനിൽക്കുന്നു. ബ്രാഹ്മണൻ ഉയർന്ന ജാതിക്കാരൻ, ഭൂമിയും സ്വത്തും എല്ലാം അയാൾക്കാണ്, എല്ലാ അധികാരവുമുണ്ട്. ശൂദ്രൻ പാദത്തിന്റെ സ്ഥാനത്താണ്. ഇവരെയെല്ലാം താങ്ങി നിർത്താനുള്ള അധ്വാനമാണ്. അതിനേക്കാൾ താഴ്ന്നവരുണ്ട്, അത് ചവിട്ടി അരക്കപ്പെടേണ്ടുന്ന അവർണരാണ്. ദളിതർ, അവർണർ, അവരെല്ലാം ഈ രാജ്യത്ത് വേട്ടയാടപ്പെടുകയാണ്. എന്നാൽ കേരളമോ? എന്തുമാത്രം മാറി നമ്മുടെ ജീവിതം. ഇപ്പൊ അമ്പലത്തിൽ പോകാം എല്ലാവർക്കും. നേരത്തെ ശ്രീകോവിലിന്റെ മുന്നിൽ ദൂരെ നിന്ന് തൊഴാനേ സാധാരണക്കാർക്ക് അധികാരം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ പോകുന്നു, എല്ലാ ക്ഷേത്രത്തിലും കയറാൻ വേണ്ടി എന്തുമാത്രം സമരങ്ങൾ നടത്തിയിട്ടാണ് ആ അവകാശം നമ്മൾ സ്ഥാപിച്ചെടുത്തത്. ശ്രീനാരായണ ഗുരുദേവന്റെ ഒക്കെ ആശയം ഈ കേരളീയ സമൂഹത്തിൽ വ്യാപിച്ചപ്പോഴാണ് ജാതിഭേദമില്ലാതെ മനുഷ്യരൊന്ന് എന്ന ആശയം ഈ കേരളം മുറുകെ പിടിച്ചത്. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് പൊതുവഴിയിലൂടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും എല്ലാവർക്കും ഒരുമിച്ച് നടക്കാൻ സാധിക്കുന്നത്. ഒരു പറമ്പത്ത് ചർച്ച്, ക്രിസ്ത്യൻ പള്ളി, തൊട്ടടുത്ത ഭാഗത്ത് മുസ്ലിം പള്ളി, മോസ്ക്, അതിൻ്റെ അപ്പുറത്തൊരു ഹിന്ദു ദേവാലയം. ആർക്കും ഒരു ശല്യവുമില്ല. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു, ക്രിസ്ത്യൻ പള്ളിയിൽ മണിമുട്ടുന്നു, അമ്പലത്തിൽ പൂജ നടക്കുന്നു. പോകേണ്ടവരെവിടെയാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് അവിടങ്ങളിൽ പോകുന്നു. കുരിശ് വരച്ച് പ്രാർത്ഥിക്കേണ്ടവരങ്ങനെ, നിസ്കരിക്കേണ്ടവരങ്ങനെ, ശമരം പടിഞ്ഞിരുന്ന് രാമനാമം ജപിക്കേണ്ടവരങ്ങനെ. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ആ ഒരു സഹിഷ്ണുത കേരളത്തിൽ നിലനിൽക്കുന്നത് കോൺഗ്രസിന്റെ കരുത്തിലല്ല, BJPയുടെ കരുത്തിലല്ല. അത് കേരളത്തിലുള്ള ഇടതുപക്ഷത്തിൻ്റെയും കൂടെ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ശക്തികളുടെ, ഞങ്ങളെല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ് മതേതരത്വത്തിന്റെ കാര്യത്തിൽ. ഇവിടെ നിരന്നിരിക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇതൊരു മതേതര രാജ്യമായിരിക്കണം, മതവർഗീയ ലഹളകൾ ഉണ്ടാവരുത്. ഈ മുന്നണി ഇങ്ങനെ ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ടല്ലേ വർഗീയ ലഹളകളില്ലാത്തത്? ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെല്ലാം വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ശക്തമായൊരു ഇടതുപക്ഷ ജനാധിപത്യ സംവിധാനമില്ല. അവിടെ ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP, രണ്ടുണ്ടായിട്ടും കാര്യമില്ല. കോൺഗ്രസ് ഭരിക്കുമ്പോഴും വർഗീയ ലഹള, BJP ഭരിക്കുമ്പോൾ പിന്നെ പറയണ്ട. ഗുജറാത്തിലെല്ലാം നടന്ന ജനോസൈഡ് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല, അത് ഓർക്കാൻ പോലും കഴിയില്ല. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ മുഖം കുനിഞ്ഞുപോയ അവസരമായിരുന്നു. ഒരു പ്രത്യേക മതവിഭാഗക്കാരെ കൂട്ടത്തോടെ കശാപ്പ് ചെയ്യാൻ നടത്തിയ ആ പരിശ്രമം എന്ത് വേദനാജനകമായിരുന്നു കൂട്ടരെ. ഒന്നും അറിയാത്ത പാപങ്ങൾ ഇന്നലെ വരെ
ഒരുമിച്ച് ജോലി ചെയ്ത് കിട്ടിയത് കൊണ്ടുവന്ന് ഒരു തളികയിൽ ഭക്ഷണം കഴിച്ച ഹിന്ദുവും മുസ്ലിമും ഒരു സുപ്രഭാതത്തിൽ ശത്രുക്കളായിട്ട് മാറുന്നു. നീ മുസ്ലിം, ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞ് ലഹള കൂടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ കൂട്ട കശാപ്പ് ചെയ്യപ്പെടുന്നു. ഇത് കേരളത്തിൽ ഉണ്ടാവണോ? അമ്മാതിരി ആഗ്രഹമുള്ളവർ കേരളത്തിൽ ഇല്ലാതില്ല. മാറാടും തലശ്ശേരിയും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പൊട്ടിപ്പുറപ്പെടുമ്പോൾ തന്നെ ആ വർഗീയ ലഹള അമർച്ച ചെയ്യാൻ ഇടതുപക്ഷം ശക്തമായിട്ട് ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് നമുക്കതിനെ അമർച്ച ചെയ്യാൻ സാധിച്ചത്. ഇന്നും അനുഭവസ്ഥർ ആ പ്രദേശത്തെല്ലാം പറയും. ഞാനൊരു ചെറിയ പ്രസംഗത്തിൽ അതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എല്ലാം സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ മതേതരത്വം പുലരണം.